തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബഹിരാകാശ ശാസ്ത്ര നേട്ടത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നാടകം. മിഷൻ ശക്തി എന്ന ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണ വിജയം എന്ന് മോദി. നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും മോദി. വർഷങ്ങൾക്ക് മുൻപേ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച സാങ്കേതിക വിദ്യയാണ് പുതിയ നേട്ടമാക്കി മോദി പ്രഖ്യാപിച്ചത്. 11:30ഓടെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന ട്വീറ്റ് നരേന്ദ്രമോദി നടത്തിയത്. 12 മണിക്കുള്ളിൽ നടത്തുമെന്നറിയിച്ച പ്രസംഗം 25 മിനിറ്റോളം വൈകി. ബഹിരാകാശ രംഗത്ത് വൻ നേട്ടമെന്ന അവകാശവാദത്തോടെ ആരംഭിച്ച പ്രസംഗത്തിൽ സാറ്റലൈറ്റ് വേദ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചുവെന്ന് മോദി വ്യക്തമാക്കി. മിഷൻ ശക്തി എന്ന് പേരിട്ട പരീക്ഷണത്തിൽ സാറ്റലൈറ്റ് വേദ മിസൈലായ എസാറ്റ് 300 കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തനത്തിലിരുന്ന ഉപഗ്രഹത്തെ 3 മിനിറ്റ് കൊണ്ട് തകർത്തു. 300 किलोमीटर दूर LEO लो अर्थ ऑर्बिट में एक लाइव सैटेलाइट को मार गिराया है. सिर्फ 3 मिनट में सफलतापूर्वक यह ऑपरेशन पूरा किया गया है. मिशन शक्ति यह अत्यंत कठिन ऑपरेशन था. ജനുവരി 24-ന് ഇന്ത്യ തന്നെ വിക്ഷേപിച്ച മൈക്രോസാറ്റ് 6 എന്ന ഉപഗ്രഹത്തെയാണ് മിസൈൽ തകർത്തത്. എന്നാൽ ഇന്ത്യ 2012-ൽ തന്നെ ആർജിച്ചെടുത്ത സംവിധാനമാണ് മോദി പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. DRDOയുടെ തലവൻ 2012-ൽ തന്നെ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം നടത്താൻ രാജ്യം തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖം പുറത്തുവന്നു. എന്നാൽ ഉപഗ്രഹങ്ങൾ ആയുധമായി ഒരു രാജ്യവും ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അന്ന് പരീക്ഷണത്തിന് അനുമതി നൽകിയില്ല. രാജ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു പരീക്ഷണം നടത്തി അത് സ്വയം അവതരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് മോദി ശ്രമിച്ചിരിക്കുന്നതെന്ന ആരോപണം ശക്തമാകുന്നു. സാധാരണയായി ഇത്തരം പരീക്ഷണങ്ങൾ DRDO നേരിട്ട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ് പതിവ്. മോദി പതിവ് തെറ്റിച്ച് സ്വയം നേരിട്ടെത്തി പരീക്ഷണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് രാഷ്ട്രീയ പ്രസംഗമാക്കിയും മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദിയെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2012-ലാണ് ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ അതിന്റെ പരീക്ഷണം മാത്രമാണ് ഇന്ന് നടന്നതെന്നും യെച്ചൂരി പറഞ്ഞു. In 2014, you came as a Prime Minister saying that I've got a 56-inch chest, that I can do things which were not done before. But why did you take 5 years now for the same decision, something that was already ready? It was ready before this government came. So why did you not do it earlier? That itself betrays the fact that they want to use this for their electoral campaign or misuse this, which is the worst politicization that is being done by them. We've seen how they're trying to politicize Balakot. Now they are trying to politicize this. ശക്തി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. വിഷയം ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. കമ്മീഷന് പരാതി നൽകുമെന്ന് മമതാ ബാനർജിയും പ്രതികരിച്ചു. കമ്മീഷന് പരാതി നൽകണമോ എന്ന് നിയമവൃത്തങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം സർക്കാരിന്റെ നേട്ടമായി ശക്തി മിസൈൽ പരീക്ഷണം ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ രാഷ്ട്രത്തിന്റെ ശാസ്ത്ര പുരോഗതികൾ പ്രഖ്യാപിക്കാറുള്ളത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ്. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. തിടുക്കത്തിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിന് പിന്നിൽ BJPയുടെ പരാജയ ഭീതിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ട്വിറ്ററിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് മുൻകൂർ അനുമതിയുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം നിയമവൃത്തങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചു. We are, ma'am, currently verifying whether a permission was taken by the Prime Minister, and after examining that, once the legal department of the party has a look at it, we will inform you and take appropriate action. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തിയതെന്നുള്ള പ്രചാരണം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിയേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
മോദി യുദ്ധചിഹ്നങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നുവെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. അതിനുദാഹരണമാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്നത്തെ പ്രഖ്യാപനം. മോദി ഇന്ന് നടത്തിയ പ്രസ്താവന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിജയരാഘവൻ പറഞ്ഞു. പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പെരുമാറ്റവും അവരുടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളും നമ്മുടെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തിയ വിവിധങ്ങളായ രീതികളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്ന് കാണാൻ കഴിയും. രാഷ്ട്രീയത്തെ സൂക്ഷ്മ വിശകലനം ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ മുൻകൂട്ടി തന്നെ പറയാനും കഴിയും. പക്ഷെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അത് പറയില്ല എന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ബൂർഷ്വാസി അതിന്റെ അധികാരം നിലനിർത്തുക എന്നതിൽ യുദ്ധത്തിനൊരു സ്ഥാനമുണ്ട് എന്ന് ചരിത്രം അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചില തീരുമാനങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ വരിക? രാജ്യത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഗുണങ്ങൾ, അവരുടെ ജനക്ഷേമം, അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള സ്വന്തം നിലപാടുകൾ അത് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കും. നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളുകൾ എപ്പോഴും എങ്ങനെ പെരുമാറുക? ഇത്തരം യുദ്ധചിഹ്നങ്ങളെ തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കണ്ടത് ഇത് ഇപ്പോൾ ഈ നടത്തിയ പ്രഖ്യാപനം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്നുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി മുരളീധര റാവുവിനെതിരെ വ്യാജരേഖ ചമച്ചതിനും കൈക്കൂലി വാങ്ങിയതിനും കേസ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ കള്ള ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം ഹൈദരാബാദ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മുരളീധര റാവുവിന്റെ സഹായിയടക്കം 8 പേർ കേസിൽ പ്രതികളാണ്. നിയമനം നൽകാം എന്നറിയിച്ച് 2,17,00,000 രൂപ മുരളീധര റാവുവും സഹായികളും പരാതിക്കാരിൽ നിന്നും തട്ടിയെടുത്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യ വർഷം തന്നെ BJP നേതാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വലിയ നിയമന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വാണിജ്യ വ്യവസായ വകുപ്പിന് കീഴിലെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ ചെയർമാൻ പദം വാഗ്ദാനം ചെയ്ത് 2.17 കോടി രൂപ BJP ജനറൽ സെക്രട്ടറി മുരളീധർ റാവുവും സംഘവും കൈപ്പറ്റി. ഹൈദരാബാദ് സ്വദേശികളായ T. പ്രവീണ റെഡ്ഡി, ഭാര്യ മഹിബാൽ റെഡ്ഡി എന്നിവരിൽ നിന്നുമാണ് തട്ടിപ്പ് നടത്തി പണം വാങ്ങിയത്. വിശ്വാസത്തിനായി അന്ന് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി നിർമ്മല സീതാരാമനൊപ്പിട്ട നിയമനക്കത്തും കൈമാറി. നിയമനക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമതലയേൽക്കാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. കത്തിലെ ഒപ്പ് വ്യാജമാണെന്ന് മനസ്സിലായി. പണം തിരികെ ചോദിച്ചതോടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി. കേന്ദ്ര സർക്കാരും വിഷയം പൂഴ്ത്തി. 2015 നവംബർ മാസമാണ് സംഭവം നടക്കുന്നത്. മുരളീധർ റാവുവിന്റെ വിശ്വസ്ത സഹായി കൃഷ്ണകിഷോർ, പ്രാദേശിക BJP നേതാക്കളായ മന്ദാരാമചന്ദ്ര റെഡ്ഡി, ചന്ദ്രശേഖർ റെഡ്ഡി, ബാബ, ശ്രീകാന്ത്, G. ശ്രീനിവാസ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ മടിച്ചതോടെ പരാതിക്കാർ കോടതിയെ സമീപിച്ചു. പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. വിശ്വാസവഞ്ചന, തട്ടിപ്പ്, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് BJP ജനറൽ സെക്രട്ടറിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിനെതിരെയുള്ള പരാമർശത്തിൽ നീതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കും എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം അവസരവാദ രാഷ്ട്രീയമാണെന്ന പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്. പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാരോപിച്ച കമ്മീഷൻ രാജീവ് കുമാറിനോട് 2 ദിവസത്തിനകം മറുപടി നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. സർക്കാർ സ്ഥാപനമാണെന്നും അതിന്റെ ഉപാധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ വിമർശിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാജീവ് കുമാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1971 ഗരീബി ഹട്ടാവോ, 2008 ഒരു റാങ്ക് ഒരു പെൻഷൻ, 2013 ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും നടപ്പിലാക്കാതിരുന്ന കോൺഗ്രസ് വീണ്ടും അതുപോലെയുള്ള പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണെന്നായിരുന്നു രാജീവ് കുമാറിന്റെ ആദ്യ ട്വീറ്റ്. GDP-യുടെ 2% ബഡ്ജറ്റിന്റെ 13% കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതിക്കായി മാറ്റിവെക്കേണ്ടി വരുമെന്നും അങ്ങനെ വന്നാൽ മറ്റാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയില്ലെന്നുമായിരുന്നു രണ്ടാമതായി രാജീവ് കുമാർ ട്വീറ്റ് ചെയ്തത്. രാജ്യത്തെ 20% വരുന്ന ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അടിസ്ഥാന വേതനം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം വിശദീകരണം വേണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ,
ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം 5ാം ദിവസവും തുടരുന്നു. മത്സരിക്കാൻ വയനാടും കർണാടകവും പരിഗണനയിലുണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുലിനെ കർണാടകത്തിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദവുമായി മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നേതാക്കളും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലം സംബന്ധിച്ചുള്ള തീരുമാനം കുഴഞ്ഞുമറിയുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അമിത ആത്മവിശ്വാസത്താൽ രാഹുൽ മത്സരിക്കാനെത്തുമെന്ന പ്രചരണം നടത്തിയത് തിരിച്ചടിയാകുമെന്ന ആശങ്ക നേതാക്കളിൽ പ്രകടമാണ്. എന്നാൽ പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക അറിയിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുകയും ചെയ്തതിനാൽ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പക്ഷേ 2ാം മണ്ഡലത്തിൽ മത്സരിക്കണമോ എങ്കിൽ എവിടെ എന്നും രാഹുൽ തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. മത്സരിക്കാൻ തീരുമാനിച്ചാലാണ് വയനാടിന്റെ കാര്യം പരിഗണിക്കുക. വയനാടിനെ കൂടാതെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ കർണാടകത്തിലെ റായ്ചൂരും ചിക്കോടിയും പരിഗണനയിലുണ്ട്. BJP ശക്തി കേന്ദ്രമായ വടക്കൻ കർണാടകയിലെ ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ സംസ്ഥാനത്താകെ ഗുണം ചെയ്യുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കർണാടക നേതൃത്വത്തിന്റെ ഈ സമ്മർദ്ദവും കേരളത്തിലെ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. അതേസമയം വടകരയിലെ പ്രഖ്യാപനം വൈകുന്നത് സാങ്കേതികം മാത്രമാണെന്നും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊടും ചൂടിന്റെയും വരൾച്ചയുടെയും പശ്ചാത്തലത്തിൽ കുടിവെള്ളം പഞ്ചായത്തുകളിൽ എത്തുന്നു എന്നത് കളക്ടർമാർ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം. പകർച്ചവ്യാധി പ്രതിരോധം, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പരിശോധിക്കാൻ, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ എന്നിവയ്ക്കായി 3 സമിതികൾ രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. പരാജയ ഭീതി കൊണ്ടാണ് രാജ്യത്തിന്റെയും സൈന്യത്തിന്റെയും നേട്ടങ്ങൾ സ്വന്തം നേട്ടമായി മോദി അവതരിപ്പിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നാടകീയത സൃഷ്ടിച്ച് നടത്തുന്ന അവകാശവാദങ്ങൾ ജനങ്ങൾ പുച്ഛത്തോടെയാണ് കാണുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ പ്രോജക്റ്റ് ഇപ്പോൾ പൂർത്തിയായി. ഇന്ത്യ രാജ്യം വലിയ ഒരു നേട്ടം കൈവരിച്ചു. മാത്രമല്ല അത് ഡിഫൻസിൻ്റെ ഏജൻസികളുടെ, ഇത് സംബന്ധിച്ച് റിസർച്ച് നടത്തുന്ന ഏജൻസികളുടെ നേട്ടമാണ്. പക്ഷേ ഈ നേട്ടം തെരഞ്ഞെടുപ്പിനിടയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി നാടകീയത സൃഷ്ടിച്ച പ്രധാനമന്ത്രിയുടെ നടപടി അത്ഭുതകരമാണ്. വളരെ നമ്മുടെ രാജ്യത്തെ കൊച്ചാക്കുന്ന ഒരു നടപടിയായിപ്പോയി. കാരണം വെച്ചാൽ ഒരു വലിയ രാജ്യത്തിൻ്റെ ഒരു വലിയ നേട്ടം അത് അതിൻ്റെ തീരുമാനപ്രകാരം വരുന്നതിന് പകരം ഒരു ക്ലൈമാക്സ് സൃഷ്ടിച്ച് എന്നിട്ട് വന്ന് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, ഒരു സർപ്രൈസ് അനൗൺസ് പോലെ നടത്തി, അതും ഇലക്ഷനിടയിൽ, അത് വെറും ഒരു നാടകമായിപ്പോയി. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ വേൾഡ് ആക്ടിംഗ് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ അത് മോഡിക്ക് കൊടുക്കണം. ഇത് ശാസ്ത്രജ്ഞന്മാരുടെ നേട്ടവും രാജ്യത്തിൻ്റെ നേട്ടവുമാണ്. അത് വേറിട്ട് നിൽക്കുന്നു. PC ജോർജിന്റെ ജനപക്ഷം NTAയിലേക്കെന്ന് സൂചന. NTAയിൽ ചേരുന്നത് സംബന്ധിച്ച് PC ജോർജ് BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. മുന്നണി പ്രവേശനം സംബന്ധിച്ച് വിവിധ പാർട്ടികളുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി PC ജോർജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ PC ജോർജ് തയ്യാറായിട്ടില്ല. മുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതെന്നും സൂചനയുണ്ട്. തൃശൂരിൽ BDJS സ്ഥാനാർത്ഥിയായി തുഷാർ മത്സരിക്കും. വയനാട്ടിൽ പൈലി വാധ്യാട്ടും മത്സരിക്കും. വയനാട്ടിൽ രാഹുൽ വന്നാൽ മാറ്റമുണ്ടാകാം എന്ന് തുഷാർ. നിലവിൽ വയനാട്ടിലെ സീറ്റ് BJP ആവശ്യപ്പെട്ടിട്ടില്ല. അച്ഛന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MLAമാർ മത്സരിക്കുന്നത് തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാപരവും നിയമപരവുമായ കാര്യമാണിതെന്നും മത്സരിക്കുന്നത് വിലക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ജയിക്കുന്ന MLAമാരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട ചെലവ് ഈടാക്കണം എന്ന വാദവും കോടതി തള്ളി. കൊച്ചി സ്വദേശി അശോകൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. MLAമാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിൽ ഭരണഘടനാപരമായോ നിയമപരമായോ തെറ്റില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതിനാൽ MLAമാർ മത്സരിക്കുന്നത് വിലക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. കൂടാതെ ജയിക്കുന്ന MLAമാരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചെലവ് ഈടാക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഹർജിയിലെ നിർദ്ദേശങ്ങൾ ദുരുദ്ദേശപരവും അപ്രായോഗികവുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉദാഹരണത്തിന് സിറ്റിംഗ് MLA അന്തരിച്ചാൽ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ചെലവ് ആര് വഹിക്കും എന്നൊരു ചോദ്യമില്ലേ എന്നും കോടതി പറഞ്ഞു. MLAമാർ മത്സരിക്കുന്നത് പൊതുതാൽപര്യത്തിനെതിരാണെന്നാണ് ഹർജിക്കാരന്റെ മറ്റൊരു വാദം. അങ്ങനെയെങ്കിൽ മത്സരിക്കുന്ന MLAമാരെ ജനങ്ങൾ തന്നെ തോൽപ്പിക്കുകയില്ലേ എന്നും അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
അന്തരിച്ച എഴുത്തുകാരി അഷിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ലിംഗസമത്വത്തിനു വേണ്ടി കഥകൾ ഉപയോഗിച്ച എഴുത്തുകാരിയായിരുന്നു അഷിതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സ്ത്രീകൾക്ക് നേരെ പൊതുയിടങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെ അഷിത കഥകളിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെന്നും വായനക്കാരുടെ മനസ്സിനെ തൊട്ട കഥാകാരിയായിരുന്നു അഷിതയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ആധുനിക ജീവിതത്തിൽ സംഘർഷത്തിന്റെ നെരിപ്പോടായി മാറുന്ന സ്ത്രീത്വത്തിന്റെ വിങ്ങിപ്പൊട്ടലുകളായിരുന്നു അഷിതയുടെ കഥകൾ. സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകളും അവരുടെ കഥകളിൽ നിഴലിച്ചു. പ്രിയ എഴുത്തുകാരി വിട പറയുമ്പോൾ ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് മരണമില്ല. അവസാനിക്കരുതെന്ന് വ്യർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും അവസാനിക്കുന്നവയാണ് എഴുത്തുകാരിയായ അഷിതയുടെ രചനകൾ മുഴുവനും. 2-3 പേജുകളിലെ ഇതിഹാസങ്ങൾ കാഴ്ചയുടെ മോഹവലയത്തിൽ നിന്ന് പുറത്തുവരാനാകാതെ വിങ്ങുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന കാഴ്ചകൾ. മനസ്സിലുടക്കിയ അഷിത കഥകൾ വീണ്ടും വീണ്ടും വായിച്ചാൽ പൂർണ്ണമായും പിടിതരാതെ വഴുകിപ്പോകുന്ന അവസ്ഥാന്തരങ്ങൾ. അപൂർണതയുടെ പറഞ്ഞു തീരാത്ത വിങ്ങലിന്റെ പറയാനാഗ്രഹിച്ചതും പറയാനാകാത്തതിന്റെ വിങ്ങലും വിറയലും. പ്രണയത്തിലെ വ്യക്തിയെന്നതിനപ്പുറം പ്രണയം തന്നെയായി പോകുന്ന തന്മയീഭാവവുമെല്ലാം ആഷിതയുടെ രചനകളിൽ മാത്രം എന്നും നിറഞ്ഞു നിന്നിരുന്നു. മലയാളത്തിലെ മനഃശാസ്ത്രജ്ഞയായ എഴുത്തുകാരി എന്നുകൂടി ആഷിതയെ വിശേഷിപ്പിക്കാം. 1-2 കഥാപാത്രങ്ങളെ അണിനിരത്തി ഒരു കൂടിക്കാഴ്ചയോ ഒരു തവണത്തെ സംഭാഷണമോ മാത്രമായിരിക്കും പ്രമേയമെന്നതും തൂലികയിലെ ശ്രദ്ധേയത്വം വരച്ചു കാട്ടുന്നു. തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലായിരുന്നു അഷിത എന്ന എഴുത്തുകാരിയുടെ ജനനം. ഡൽഹി, ബോംബെ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും നേടി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. എഴുത്തിലേക്ക് തിരിയുമ്പോഴും അഷിതയുടെ അസാധാരണമായ പ്രവേശനത്തിന് യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് പോലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അവഗണിച്ച് എഴുത്തിന്റെ ലോകം മാത്രം സ്വന്തമാക്കിയ അഷിത അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, ഒരു സ്ത്രീയും പറയാത്തത്, നിലാവിന്റെ നാട്ടിൽ, ശിവസേന സഹവർത്തനം, മയിൽപ്പീലി സ്പർശം, ഭൂമി പറഞ്ഞ കഥകൾ തുടങ്ങി ഒട്ടേറെ രചനകൾ എഴുത്തിന്റെ ലോകത്തേക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇടശ്ശേരി അവാർഡ്, അങ്കണം അവാർഡ്, തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ്, ലളിതാംബിക അന്തർജനം സ്മാരക സമിതിയുടെ യുവസാഹിത്യകാരിക്കുള്ള അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ അഷിതയുടെ തൂലികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. രചനകളിൽ കൂടുതലും ശക്തവും വ്യക്തവുമായി പെണ്ണിടങ്ങൾക്ക് വേണ്ടി വാദിച്ച അഷിത ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് ഒരിക്കലും അന്ത്യവുമില്ല. അതിനെയും ഉറക്കെ ഉച്ചത്തിൽ ശരവേഗത്തിൽ തൊടുത്ത സായകം പോലെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. വിട പ്രിയ എഴുത്തുകാരി. കൾച്ചറൽ ഡെസ്ക്.